കുറച്ച് മുമ്പ് ബിസിനസ് ആവശ്യാർത്ഥം ഞാൻ ചെന്നൈയിൽ പോയി. ലെതറിൻ്റെ ഷീറ്റുകളൊക്കെ നോക്കാൻ വേണ്ടിയിട്ടായിരുന്നു. എനിക്ക് വിശന്ന സമയത്ത് ഞാൻ ഒരു ഹോട്ടലിൽ കയറി. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഹോട്ടലാണ്. അവിടെ കയറി ഇരുന്നു. പക്ഷേ വെയിറ്റേഴ്സൊന്നും എന്നെ വല്ലാതെ മൈൻഡ് ചെയ്യുന്നില്ല. എന്നെ ഇങ്ങനെ മൈൻഡ് ചെയ്യാതെ ഇങ്ങനെ നിൽക്കുക. വേറെ കുറച്ച് കേരളക്കാരുണ്ട്, അവരൊന്നും മൈൻഡ് ചെയ്യുന്നു. പിന്നെ വേറെ കുറച്ച് ആൾക്കാരുണ്ട്, അവർ തമിഴന്മാരാണ്. അവിടുത്തെ ആളുകളാണ്. 30 വയസ്സായിട്ടുള്ള ഒരു ചെറുപ്പക്കാരുണ്ട്, അങ്ങനെ കുറച്ച് പേരുണ്ട്. അപ്പോൾ അവരൊക്കെ നല്ല ട്രീറ്റ് ചെയ്യുന്നു. നമ്മളെ കേരളത്തിൽ നിന്ന് വന്ന കുറച്ച് ആൾക്കാരൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. കുറച്ച് കഴിഞ്ഞിട്ട് വന്നിട്ട് പിന്നെ അവർ നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് തന്നു. പക്ഷെ അതിനൊരു ഉത്സാഹമില്ല. അപ്പോൾ മറ്റുള്ളവർക്കൊക്കെ ചെയ്തു കൊടുക്കുമ്പോൾ ഭയങ്കര ഹാപ്പിയിലും കാര്യങ്ങളൊക്കെയാണ് ചെയ്തു കൊടുക്കുന്നത്. നമ്മൾ ഒരു വെയിറ്ററല്ല, ആരും മൈൻഡ് ചെയ്യുന്നില്ല. പിന്നെ ഈ ആക്റ്റീവ് അല്ലാത്ത കുറച്ച് പ്രായമായിട്ടുള്ള വെയിറ്റേഴ്സൊക്കെയാണ് നമ്മളെ അപ്രോച്ച് ചെയ്തിട്ട് നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു തന്നത്. ഞാനിങ്ങനെ നോക്കി, അതൊക്കെ ഞാൻ വാച്ച് ചെയ്തുകൊണ്ടിരുന്നു. എന്താ ഇപ്പോൾ ഇത് ഇങ്ങനെ സംഭവിക്കുന്നത്? അപ്പോൾ ഞാനിങ്ങനെ വാച്ച് ചെയ്ത് നോക്കുമ്പോൾ അവർ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞിട്ട് ബില്ല് അവർക്ക് കൊണ്ടുപോയി കൊടുത്ത്, അപ്പോൾ അവരുടെ അടുത്ത് നിന്ന് ക്യാഷ് വാങ്ങിക്കൊണ്ടുപോയി മുതലാളിൻ്റെ അടുത്ത് കൊടുക്കുന്നു, ക്യാഷ്യറുടെ അടുത്ത് കൊടുക്കുന്നു, പിന്നെ അതിൻ്റെ ബാലൻസ് കൊണ്ടുവരുന്നു. അപ്പോൾ അതിൽ നിന്ന് 50 രൂപ ചെറുപ്പക്കാരുടെ അടുത്തുണ്ട് അവർക്ക് കൊടുത്ത് ടിപ്സായിട്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഇതാണ് സംഭവം. കേരളത്തിലുള്ള ആളുകൾക്ക് പൊതുവെ ടിപ്സ് കൊടുക്കാനൊരു മടിയുണ്ട്. ഞാൻ കേരളത്തിൽ വേറെ ഒരുപാട് നല്ലതും കുറച്ച് മീഡിയവും ലോവും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കുന്ന സമയത്തൊക്കെ ഞാൻ സംഭവത്തിന് ശേഷം ഞാൻ ഒരുപാട് വാച്ച് ചെയ്തിട്ടുണ്ട്. വളരെ കുറവാണ് ആളുകൾ ടിപ്സ് കൊടുക്കുന്നത്. ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായപ്പോൾ ഈ ടിപ്സ് കൊടുക്കുന്നത് കൊണ്ട് അവർക്കും നല്ലൊരു ഹാപ്പിനെസ്സും ഒരു എനർജി കാര്യങ്ങളൊക്കെ കിട്ടും. നമുക്കും അതുകൊണ്ട് ബെനിഫിറ്റ് മാത്രമേ ഉള്ളൂ. ഒരു 10ഓ 20ഓ രൂപ എന്ന് വെച്ചാൽ സൗദിയിലോ ദുബായിലൊക്കെ ഉള്ളവർക്ക് അറിയാം, 1 റിയാൽ 2 റിയാലൊക്കെ വരുന്നുള്ളൂ. അവിടുത്തെ ഒരു ചായൻ്റെ പൈസ കൂടിയില്ല. അവിടെ ഒരു 2 റിയാൽ 3 റിയാലാണ് ഒരു ചായക്ക് വരുന്നത്. ആ പൈസ നമുക്ക് ഇവിടെ വരുമ്പോൾ കൊടുക്കാൻ മടിയുണ്ടെങ്കിൽ അതിൽ നമ്മുടെ അടുത്ത് എന്തോ ഫാൾട്ട് പറ്റിയിട്ടുണ്ടെന്ന് എൻ്റെ ഒരു തോന്നൽ. നിങ്ങളെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. നമ്മൾ എങ്ങനത്തെ ആളുകളാണ്? ഞാൻ എല്ലാവരെയും അല്ല പറയുന്നത്, ഒരു 80% പേരെ. കേരളത്തിൽ ഒരു 80%, എന്നെപ്പോലെയുള്ള നിങ്ങളെപ്പോലെയുള്ള ഒരു 80% പേര് ഈ ടിപ്സ് കൊടുക്കുന്ന കാര്യത്തിലൊക്കെ കുറച്ച് ബാക്കിലാണ്. അതുപോലെ നമ്മുടെ ഹാപ്പിനെസ്സിന്, നമ്മുടെ വിജയത്തിന് നിദാനമാകുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ചാനലിൽ നമ്മൾ പറയും. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഫോളോ ചെയ്യുക. ഈ വിഷയത്തിൻ്റെ കാര്യങ്ങൾ നിങ്ങൾ കമൻറ്റിൽ അഭിപ്രായം അറിയിക്കണം. ഏതായാലും നമുക്ക് വീണ്ടും കാണാം.